അത് മനസ്സിലാവും. പിന്നെ ഞാൻ താമസിക്കുന്ന ഉള്ളിൽ, അത് ഞാൻ ഉള്ളിലാണ് താമസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന എല്ലാ ആദ്യമാരും യാത്രയപ്പോഴും അവിടെ വരും. അപ്പോൾ ഇച്ചിരി ഉള്ളോട്ട് മറിയാണ് താമസിക്കുന്നത്. അധികം അവിടെ പോലും ഒളിച്ചിരുന്നാണ് ഞാൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വേഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്, പോലീസ് വിഭാഗത്തിലുണ്ട്, ഗവൺമെൻറ്റിലുണ്ട്. അത് തിരുത്തണം. അതിനിപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്ന്, ഗവൺമെൻറ് നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ജനിച്ച് വളർന്നവർ ഇവിടെ മരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ നമ്മൾ ഇന്ത്യയുടെ പക്ഷത്താണ്, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പക്ഷത്താണ്. വേണ്ടി വന്നാൽ ഈ തലപ്പാവും തൊപ്പിയും ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ മിലിറ്ററിയിൽ പട്ടാളക്കാരോടൊപ്പം അവരുടെ മുന്നണിയിൽ നിന്നാൽ പാകിസ്ഥാൻ പട്ടാളത്തോട് നമ്മൾ യുദ്ധം ചെയ്യും. അതാണ് നമ്മുടെ പ്രമേയം. അതുകൊണ്ട് യുദ്ധം അവസാനിച്ചതിൽ നമ്മൾ അത് ഏറെ ശ്ലാഘിക്കുന്നു, സന്തോഷിക്കുന്നു, അഭിനന്ദിക്കുന്നു. ആരും ഉദ്ദേശിച്ച് വെച്ചാലും രണ്ടുപേരുടെ ഇടയിലുള്ള തർക്കം അവസാനിപ്പിക്കുന്നതിന് ട്രംപോ പെന്നൊരാളോ ആരും ആയിക്കോട്ടെ, മധ്യസ്ഥൻ ആരും ആയിക്കോട്ടെ, പ്രശ്നം അവസാനിപ്പിച്ചാൽ വഴക്ക് തീരണം, യോജിപ്പ് വേണം. അവിടെ നിരപരാധികളായ വിദേശ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു. ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്. നിരപരാധിയായ ഒരാളിനെ കൊന്നാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും കൊല്ലുന്നതിന് സമാനമാണെന്നും, ഒരു നിരപരാധിയുടെ ജീവൻ ഭദ്രമാക്കിയാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും ജീവിപ്പിക്കുന്നതിന് സമാനമാണെന്നും പഠിപ്പിച്ച ഖുർആനിൻ്റെ അനുയായികൾ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ടൂർ ചെയ്തു വരുന്ന പാവപ്പെട്ട നിരപരാധികളായ നിർദോഷികളായ ആളുകളെ കൊല്ലുന്നത് ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കുന്നതല്ല, പ്രവാചകന്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല, ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾക്കും തത്വങ്ങൾക്കും ആ വിധിവിലക്കുകൾക്കും നിരക്കുന്നതല്ല. അത് ചെയ്യാൻ പാടില്ല. അതിൻ്റെ പേരിലാണ് കുറേയേറെ ആളുകൾ കൊല്ലപ്പെടുകയും കുറേ ഭവനങ്ങൾക്ക് നേർക്കപ്പെടുകയും ചെയ്തു. മുഖാന്തരക്കാർ പണ്ടും ഈ ഫലസ്തീനിലും അത് തന്നെയൊക്കെയാണ് സംഭവിച്ചത്. മുഖാന്തരക്കാർ നമ്മളായിട്ട് വരും. അത് പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ നടന്ന കാശ്മീരിൽ നടന്ന തീവ്രവാദികൾ നിരപരാധികളെ വെടിവെച്ചു കൊന്ന സംഭവത്തെ ഈ സമ്മേളനം, ഈ നിറഞ്ഞ പണ്ഡിത സമ്മേളനം അതിശക്തമായി അപലപിക്കുന്നു, അതിൽ പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം യുദ്ധം അവസാനിപ്പിച്ചതിൽ അതിനെ നമ്മൾ 100% ശ്ലാഘിക്കുന്നു. ഇനി ഒരു യുദ്ധം ഉണ്ടാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രമേയം നമ്മൾ പാസ്സാക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.